വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. നമ്മൾ സദ്യക്കൊക്കെ ഒഴിച്ച് കഴിക്കത്തില്ലേ, പരിപ്പ്, പപ്പടം, നെയ്യ്, ആ ഒരു കോമ്പിനേഷൻ, അങ്ങനെയുള്ള പരിപ്പ് കറിയാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കും. അപ്പോൾ ചിലരുണ്ടല്ലോ ചെറുപയറിൻ്റെ പരിപ്പ് ഇട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഇത് ഞാനിവിടെ കടലപ്പരിപ്പിൻ്റെ പരിപ്പിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് എനിക്ക് കുറെ കൂടെ എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത്. 1/2 കപ്പ് പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ വെള്ളവും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. കുക്കറിനകത്ത് നമ്മളൊരു 5 വിസിൽ അടിച്ചാൽ മതിയെ, അപ്പോഴത്തേന് വേവും. അപ്പോൾ ശരിക്കും അത് ഉടഞ്ഞു വന്നില്ല, എന്ത് ചെയ്യണമെന്നറിയോ? മിക്സിയുടെ ഈ ചെറിയ ജാറിലേക്ക് കുക്ക് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ആ പരിപ്പ് എടുത്തിട്ട് ആ കുക്കറിൽ തന്നെ ബാക്കി വരുന്ന വെള്ളമില്ലേ, അതൊരു സ്വല്പം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് എടുത്താൽ ഇതുപോലെ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു 3 ചുവന്നുള്ളി, ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വല്പ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം മതി കേട്ടോ. ഇത് ഞാൻ കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ. 1/2 കപ്പ് പരിപ്പേ എടുത്തിട്ടുള്ളൂ ഞാൻ. ബാക്കി ചേരുവകളും അതുപോലെ മതി. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, അതും ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാടാകണ്ട. ഇത് രണ്ടും കൂടെ ശകലം വെള്ളവും കൂടെ ഒഴിക്കണേ. വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പോലെ അരച്ച് കിട്ടണം. ആ നെകയ്ക്ക് അങ്ങ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, എന്നിട്ട് ബാക്കി കാണിക്കാം. നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ നന്നായിട്ട് വെന്ത ഈ പരിപ്പ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ, തേങ്ങ, പച്ചമുളക്, ഉള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം, മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഒഴിക്കണേ. അപ്പം ഫുള്ള് ആ ഒരു അരപ്പങ്ങ് കിട്ടിക്കോളും. ഒരുപാടങ്ങ് നീണ്ടും പോകരുത്, ഒരുപാടങ്ങ് തിക്കായും പോകരുത് കേട്ടോ. അതുപോലെ വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. കാരണം ഈ പരിപ്പ് ഇരുന്ന് കഴിയുമ്പം കുറച്ചും കൂടെ തിക്കാവും കേട്ടോ, കുറേ കൂടെ അങ്ങ് കുറുകി വരും. അപ്പം അതിന് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കഴിക്കാൻ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടങ്ങ് ഗ്രേവി അങ്ങ് കുറുകി പോകും. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ ചേരുവ എല്ലാം കൂടെ റെഡി ആയിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ മതി. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇതുപോലെ ഇരിക്കണേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിത് ഉണ്ടാക്കി വന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇത്തിരി അങ്ങ് തിക്കായി പോകും. എന്ന് വെച്ചാൽ തീരെ അങ്ങ് വെള്ളവും പോലെ ആയി പോകരുതേ. ഇനി ഇത് നന്നായിട്ട് ചൂടാകണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് ആ പരിപ്പ് വേവിക്കുന്ന ആ ഒരു ടൈം മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. ശരിക്കും ആ പരിപ്പ് തണുത്തതിന് ശേഷമേ മിക്സിയുടെ ജാറിൽ അരയ്ക്കാവുള്ളൂ കേട്ടോ. തണുത്തിട്ട് നമ്മൾ ആ കുക്കറിനകത്ത് കാണുമല്ലോ കുറച്ച് വെള്ളം, അതും തണുത്ത് കാണുമല്ലോ. അപ്പോൾ ആ വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് പരിപ്പൊന്ന് അരച്ചെടുത്താൽ മതിയേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. ചെറുപയറിൻ്റെ പരിപ്പിട്ട് പരിപ്പ് കറി വെക്കുന്നത് ചിലർക്ക് അതായിരിക്കും ഇഷ്ടം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ചെറുപയറിൻ്റെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെക്കാട്ടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതാണ്. ഇനി 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അന്നേരത്തേന് ഇത് നന്നായിട്ട് ചൂടാവും. നമ്മുടെ പരിപ്പ് ഇവിടെ വെച്ചിട്ടൊരു 3 മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴത്തേന് ഇതാ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ നിൽക്കണ്ട, നല്ല പോലെ ആവി വന്ന് ഒന്ന് ചൂടാകണം. ആ നമ്മൾ തേങ്ങ അരച്ചതിൻ്റെ ആ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറണം, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരു സ്വല്പം ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ സാധാരണ ദിവസങ്ങളിലായി പരിപ്പ് കറി ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ചേരുന്നത് നല്ല ഫ്രൈ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ചേരും. നല്ല മെഴുക്ക് പുരട്ടി, പപ്പടം, നല്ല മുളകരച്ച് മീൻ കറിയൊക്കെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകും കേട്ടോ. നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക്. ഓണത്തിനൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പരിപ്പ്, പപ്പടം, നെയ്യ്, ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ ആദ്യം. അപ്പം അതിന് ഭയങ്കര നല്ലതായിന് ഈ പരിപ്പ് കറി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് വറുത്തിട്ടാൽ മതിയേ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ലപോലെ ആവി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിത് മാറ്റിയിട്ട് കടുക് വറുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകണേ. എന്നിട്ട് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്താൽ മതി.
ഗ്യാസ് ഓഫ് ചെയ്തേക്കണേ. ഇതിപ്പം എന്താണ്ട് ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്ക് ഈ കടുക് വറുത്തത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണേ. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കടുക് വറുക്കുന്ന സമയം ആയതേ ഉള്ളൂ. അന്നേരത്തേന് കണ്ടോ ഇത് ഈ ചാറ് കുറച്ചുകൂടെ അങ്ങ് കുറുകിയത് കണ്ടോ. അതാ ഞാൻ പറഞ്ഞ ആ വെള്ളം ചേർക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിച്ചോണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെ പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഈ പരിപ്പായതുകൊണ്ട്. ഇപ്പൊ തന്നെ കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായി. നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്ക് ഓണമൊക്കെ അല്ലേ വരുന്നേ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയായത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഈ കടുക് വറുത്തതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ ഇറങ്ങണം. അതിനായിട്ടാണ് നമ്മൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത്. ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതും അല്ല, നമുക്കിപ്പം അല്ലാതുള്ള ദിവസങ്ങളിൽ നല്ല ഫ്രൈ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഒഴിച്ചു കൂട്ടാനായിട്ട് ഈ പരിപ്പ് കറി ഉണ്ടാക്കും. ഓണമല്ലേ വരുന്നത്, അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്